CR നീലകണ്ഠൻ, ഇവിടെ ഇവിടെ കാട്ടാന ചവിട്ടി കൊല്ലുന്ന മനുഷ്യരുടെ വിലാപം കൊണ്ട് കേരളം നിറയുകയാണ്. അതിൻ്റെ കൂടെ ഈ കഴിഞ്ഞ 5 വർഷം നമ്മൾ ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 5 വർഷം നാട്ടാന ചവിട്ടിക്കൊന്ന മനുഷ്യർ കണക്കെടുത്താൽ തന്നെ ഞെട്ടിക്കുന്നതാണ്. കാട്ടാന ചവിട്ടിക്കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധാർമ്മിക രോഷമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ ഈ വിഷയത്തിൽ ഉണ്ടാവാറുമില്ല. CR നീലകണ്ഠൻ, ഇവിടെ നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു. ഇപ്പോൾ ഇപ്പം പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം ഉണ്ടായി, നമ്മളപ്പോൾ പരിശോധിച്ചു. അപ്പോൾ ഏതോ ചട്ടലംഘനം ഉണ്ടായി. അത് കഴിഞ്ഞും ഉണ്ടായി വെടിക്കെട്ട് ദുരന്തങ്ങൾ, ആന ചവിട്ടിക്കൊല്ലും. അപ്പോൾ നമ്മൾ നോക്കും, അപ്പോൾ പറയും നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചു. അതിനുശേഷം എന്താണ് ഒരു അന്വേഷണം ഉണ്ടാകും. അതിനുശേഷം വീണ്ടും ആന അത്തരത്തിലിടയും. ഈ ക്ഷേത്ര ട്രസ്റ്റ് പറയുന്നത് വനംവകുപ്പിൻ്റെ റിപ്പോർട്ട് തള്ളുകയാണ്, അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ ട്രസ്റ്റിലെ ഒരാൾ ചർച്ചയ്ക്ക് ഇരിക്കാൻ സമ്മതിച്ചതാണ്. ലാസ്റ്റ് മൊമെന്റിൽ ഗുരുവായൂർ ദേവസ്വം വിളിച്ചു പറഞ്ഞു ചർച്ചയ്ക്ക് പോലെ പണിയാണെന്ന് വിളിച്ചു പറഞ്ഞു. അവർ ചർച്ചയ്ക്കില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങുകയും ചെയ്തു. CR, ഇതൊരു പരിഹാരം ഉണ്ടാവണ്ടേ? സാധു മനുഷ്യരെ അങ്ങനെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റുമോ നമുക്ക്? CR അല്ല, ഒന്നാമത് ഈ നാട്ടാന എന്നുള്ള പ്രയോഗത്തോട് ഒരിക്കലും യോജിക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം അതൊരു തട്ടിപ്പ് പ്രയോഗം. ആനൊരു വന്യമൃഗമാണ്, അത് കാട്ടാന തന്നെയാണ്. അതിനെ നമ്മൾ വേദനിപ്പിച്ച് വളരെ നിയന്ത്രിച്ച് ഒരുപാട് ഭീഷണി എന്താ പറയുക ഹിംസ ഉപയോഗിച്ച് അതിനെ തൽക്കാലം മെരുക്കി നമ്മുടെ പരിധിയിൽ നിർത്തുകയാണ്. ഇവിടെ നോക്കൂ, വെടിക്കെട്ടിൻ്റെ ശബ്ദം ഒരു ആനയുടെ മെമ്മറിയിൽ അത് തോക്കിൻ്റെ ശബ്ദമാണ്. കാരണം അതാണ് ചരിത്രപരമായി ആനയ്ക്കുള്ളൊരു ബോധ്യം. വെടി ശബ്ദം കേട്ടാൽ അത് തോക്ക് വരുന്നു എന്നാണ് അത് കണക്കാക്കുക. പന്തം കൊണ്ട് ആനയെ നമ്മൾ തുരത്താറുണ്ട്. കാട്ടാനയെ തുരത്തുന്നതിന് ആദിവാസികളും മറ്റേ കാടരികെ ജീവിക്കുന്നവർ ഉപയോഗിക്കുന്ന ഒരു സംഗതി പന്തമാണ്. പന്തം കാണിച്ചാൽ ആനയ്ക്ക് പേടിയാണ്. ഈ രണ്ട് സാധനവും അതൊന്ന്. രണ്ടാമത്, ഈ ആനപ്രേമി എന്ന് പറയുന്നത് തട്ടിപ്പ് പരിപാടി. ആനയോട് നമുക്ക് പ്രേമുണ്ടെങ്കിൽ അതിന് ഏറ്റവും സുഖകരമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. നമുക്ക് സ്നേഹമുള്ളവർ നന്നായി ജീവിക്കണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക്, അതും ഇപ്പോൾ നമ്മൾ ആചാരം കഴിഞ്ഞ 5 വർഷമായി 50 വർഷമായി 100 വർഷമായി എന്നൊക്കെ പറയണു. 100 വർഷം മുമ്പുള്ള കേരളമാണോ ഇപ്പോഴുള്ളത്? ഈ ആനയുടെ ശാരീരിക അവസ്ഥ എന്താ? ഒരുപാട് നമ്മൾ ചർച്ച ചെയ്ത കാര്യം. ആനയുടെ ശാരീരിക അവസ്ഥ എന്താണ്? സാമൂഹ്യ ജീവിയാണ് ആന. സാമൂഹ്യ ജീവിയെ ആനയ്ക്ക് വേറൊരു ആനയെന്ന് പറഞ്ഞാൽ മറ്റാനയെ കണ്ടിട്ട് കാര്യമില്ല. അതിൻ്റെ ഇപ്പം എൻ്റെ കുടുംബത്തിൽ നിന്ന് വേറെ ആളെ വിട്ടുപോയിട്ട് നമ്മുടെ ബെന്യാമിൻ്റെ നോവലിലെ ആടുജീവിതത്തിലെ നായകൻ്റെ പോലെയാണ് ആന ഏതാണ്ട് നമ്മുടെ നാട്ടിൽ നിൽക്കണേ. പിന്നെ ഭീഷണി, ഭയം, ഭക്ഷണം, വെള്ളം, അവസ്ഥ, ചൂടൊന്നും താങ്ങാനുള്ള ശേഷി ആനയ്ക്കില്ല. ചൂട് താങ്ങുന്ന ഒരു ജീവിയല്ല ആന. ഒട്ടകം പോലെ മരുഭൂമി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജീവിയൊന്നുമല്ല. താഴെയുള്ള ചൂട്, മുകളിലുള്ള ചൂട്. ഇനി നാട്ടാൻ്റെ പരിപാലന ചട്ടം എന്ന് പറയുന്നത് പോലും ഞാൻ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരാളല്ല. ആ ചട്ടമൊന്നും കൊണ്ടൊന്നും ഇത് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ആനയ്ക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു മതിൽക്കെട്ടിനകത്ത് 10,000-കണക്കിന് ആളുകൾ, ഞാൻ തൃശ്ശൂർ പൂരം അതുപോലെയുള്ള ഉത്സവങ്ങളാണ് പറയുന്നത്, 10,000-കണക്കിന് ആളുകൾ ഒരു അകത്ത് നിൽക്കുന്നു. അതിനകത്ത് 15 ആന നിൽക്കുന്നു. ഒരുപാട് ശക്തിയിൽ മേളം, അപ്പുറത്ത് പതുക്കെ ഓരോ ഗുണ്ട് പൊട്ടിക്കുന്നു. അതിനിടയ്ക്ക് രാത്രിയാണെങ്കിൽ പന്തം വരുന്നു. ഇങ്ങനൊരവസ്ഥയിൽ വൈലോപ്പള്ളിയുടെ സഖ്യൻ്റെ മകൻ പറഞ്ഞതുപോലെ ഈ ആനയ്ക്ക് എന്തൊക്കെ തോന്നാം എന്നെനിക്കറിയില്ല. ആനയ്ക്ക് എന്തും തോന്നാം. അത് കാടാണെന്ന് തോന്നാം. കാടാണെന്ന് തോന്നിയാൽ ആനയ്ക്ക് ചെയ്യാം. മറ്റേ ആന, കൊമ്പൻ ആന എൻ്റെ ശത്രുവാണെന്ന് തോന്നാം. കാരണം ആനയുടെ ചിന്താഗതി അങ്ങനെയാണ്. ആന വന്യജീവിയാണ്. ആന ഒരിക്കലും ഒരു വളർത്തുമൃഗമല്ല. അങ്ങനെ ഒരവസ്ഥയിൽ ഈ അടിയന്തരമായി നമ്മൾ പുനഃപരിശോധിക്കണം നമ്മുടെ ഇപ്പോഴുള്ള നിലപാടുകൾ. കാരണം നാട്ടാന പരിപാലന ചട്ടം മാത്രം മതിയോ? അപ്പോൾ നേരത്തെ പറഞ്ഞു ആനയെ കൊണ്ട് അപകടം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വോട്ടപകടം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ വെടിക്കെട്ട് അപകടം ഉണ്ടാവുന്നു. അതിന് എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടായോ ഹസ്മി? എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ എത്ര ബോട്ടപകടം ഉണ്ടായി? നമ്മൾ ബോട്ടപകടത്തിന് എന്താ സംഭവിച്ചത് നമുക്കറിയാമോ? ഇപ്പോൾ ഓരോ ബോട്ടപകടം ഉണ്ടാകുമ്പോഴും ഇനി ആവർത്തിക്കരുതെന്ന് പറയും. ഒരു 10 ബോട്ടപകടങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഒരു വെടിക്കെട്ട് അപകടങ്ങൾ പലതും നമുക്ക് ഓർമ്മയിലുണ്ട്. എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടായോ? നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇന്നിപ്പോൾ ഹൈക്കോടതി ഇടപെടുന്നു. ഹൈക്കോടതിക്ക് എന്ത് ഇടപെടാൻ പറ്റും? നാട്ടാന പരിപാലന ചട്ടത്തിൽ ഇളവ് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. എന്ന് പറഞ്ഞാൽ 10 ആനയുടെ ദൂരം, സേഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നൊരു സാധനം ആനയെ പറ്റി അറിയുന്ന എല്ലാവർക്കും അറിയാം. സേഫ് ഡിസ്റ്റൻസ് എന്നൊരു സാധനം കീപ്പ് ചെയ്യാൻ നമുക്കിപ്പോൾ നമ്മുടെ ഉത്സവങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. ഇപ്പോൾ 15 ആനയെ നിർത്തിയിട്ട് നിങ്ങൾക്ക് അലിഞ്ഞിത്തറ മേളം നടത്താൻ പറ്റുമോ? ഒരു കാലത്തും പറ്റില്ല. കാരണം 15 ആനയെ ഒക്കെ ഡിസ്റ്റൻസ് നിർത്തി ആ മതിലിന് പുറത്ത് വരും ആന. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഇതൊന്നും നടക്കാത്ത കാര്യമാണ്. ഹൈക്കോടതി ഉത്തരവ് നടക്കാത്ത കാര്യമാണ്. ഈ വെടിക്കെട്ടിൻ്റെ കാര്യം നടക്കാത്ത കാര്യമാണ്. ബഹളത്തിൻ്റെ കാര്യം നടക്കാത്ത കാര്യമാണ്. ചൂടിൻ്റെ കാര്യം നടക്കാത്ത കാര്യമാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ നടത്തുക? ഇനിയിപ്പോൾ നമ്മൾ ആചാരത്തിൻ്റെ ബഹളത്തിൽ ഇത് നടത്തിയേ പറ്റൂ എന്ന് പറയണത് എനിക്കറിയില്ല. കാരണം ആനപ്രേമം കൊണ്ടല്ല, ആ കാര്യം ഞാൻ സമ്മതിക്കില്ല ലക്ഷ്മി. ആനകളോടുള്ള ദ്രോഹമാണ് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്.